നോക്കടാ മക്കളെ നോക്ക്. ഇത് യൂറോപ്പിലെ നമ്മുടെ പോളണ്ടിലെ പ്രകൃതി ഭംഗിയാണിത്. ഒരു സൈഡിൽ വില്ലേജ്, അതിൻ്റെ ബാക്കിൽ മല, കുന്ന്, കാട്, റിസോർട്ട്, കാണാ കൂണ എല്ലാ പരിപാടിയും ഉണ്ട്. അല്ല അല്ല സഹിച്ചേട്ടാ. എൻ്റെ ഇപ്പുറ സൈഡിൽ ഒരു അരുവിയുണ്ട്. ഇതൊക്കെ എന്തോ പഴം ആർക്കറിയാം, ദൈവത്തിനറിയാം. അപ്പുറത്തൊരു അരുവിയുണ്ട്. അരുവി കാണാൻ പറ്റാണെങ്കിൽ കാണിക്കാം. ഒന്നും പറയാല്ല, ലെവല് ഗെയിം. പീസ് ആൻഡ് ക്വയറ്റാണ്, ഒരു പ്രശ്നവുമില്ല. നമ്മുടെ മറ്റേ എന്തുട്ടാ പറയാ, വയനാട്ടിൽ പോകണമല്ലോ. ഒരു വയനാട് ഫീൽ ഉണ്ടോ സതീശേട്ടാ? മുത്തങ്ങ കാട് പോലെയാണെന്ന് സതീശേട്ടൻ പറയണ്. സതീശേട്ടനൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. സതീശേട്ടൻ കുറച്ച് ഷൈ ആണ്. ഇപ്പം സതീശേട്ടൻ കാണിക്കട്ടെ? വേണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ ഇത്ര നേരം ഈ കാട് കാണിച്ചുകൊണ്ട് വന്നതല്ല, ഈ അരുവി കാണിക്കാമെന്ന് ഓർത്ത് കാണിച്ചാണ്. പക്ഷേ അരുവി കാണാനുള്ള സെറ്റപ്പ് ഇല്ല. കണ്ട, അത് കാണിക്കാൻ പറ്റുള്ള അരുവി. പിന്നെ ഇവിടെ കാടുകളും മലകളൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ശരി എന്നാൽ മക്കളെ, നേരത്തെ എന്ത് പറയാൻ, അരുവി കാണിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ കാടായതുകൊണ്ട് അരുവികളെ കാണിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനൊരു സ്റ്റെപ്പ് ഞാൻ അവിടെ കണ്ടില്ലായിരുന്നു. അരുവിയിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പാണ്. നമ്മുടെ ഒരു കനാല് സെറ്റപ്പ് അതന്നെ. പക്ഷെ സംഭവം സെറ്റാണ്, അടിപൊളിയായിട്ടത് സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ നിബിഡമായ വനം, ഇതൊക്കെ വനത്തിലേക്കുള്ള വഴികൾ. വനത്തിലേക്കൊക്കെ ചിലപ്പോൾ ഒരു ദിവസം പോവും. വനത്തിൻ്റെ ഒരു വീഡിയോ വരാണ്ട്, ഞാനത് ഇടണം, സമയം കിട്ടട്ടെ. കേബിൾ കാറൊക്കെ ഉള്ളൊരു വനത്തിൻ്റെ ഒരു വീഡിയോ വരും. അപ്പോൾ മാക്സിമം ആൾക്കാർ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യാം. നല്ല തണുപ്പായതുകൊണ്ട് വായൊന്നും കറക്റ്റായിട്ട് സെറ്റാവുള്ള, നാക്കൊക്കെ കുഴയുണ്ട്. അപ്പോൾ അത് പിടിച്ച് ട്രോളാൻ നിൽക്കരുത് ദൈവത്തോർത്താരും. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കേട്ടോ. ഇതിൽ വലിയ പ്രത്യേകിച്ചൊന്നും കാണിക്കണമെന്ന് എനിക്കും അറിയാം. താല്പര്യമുള്ളവരൊക്കെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അടിക്കുന്നത്. ബാക്കി വന്നോടത്ത് ചെയ്യണം നമുക്ക്. ഇതുണ്ടല്ലോ, ഒരു ഗ്രാമമാണ്. ഗ്രാമം എന്ന് പറഞ്ഞാൽ മലയോര ഗ്രാമം. അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു നോട്ടീസ് ബോർഡുള്ളൂ. ഞാൻ എല്ലായിടത്തും ഇവിടെ കണ്ടാണ് ഒരു കാര്യമാണ്. ഉണ്ടോ, ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഈ നോട്ടീസ് ബോർഡിലാണ് വെക്കണത്. ഇവിടുത്തെ പോളണ്ടിലെ എല്ലാ സിറ്റികളിലും ഒരു സ്തൂപം പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ടാവും, നോട്ടീസ് അടിക്കാനും ഒട്ടിക്കാനൊക്കെ. അല്ലാണ്ട് നാട്ടിലെ പോലെ കുറേ മയിലുകളെ പോലെ ബാനർ, കണ അന്തമാതിരി സാധനങ്ങളൊന്നും ഇറക്കി പ്രകൃതിനെ നശിപ്പിക്കാനോ ഒരു പരിപാടിക്ക് ഒരു നടക്കില്ല. അങ്ങനത്തെ ഒരു മൈരപാട് ഇവിടെ ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോസ്റ്ററൊക്കെ ഒട്ടിച്ച് നൈസായിട്ട് വെക്കുകയാണെങ്കിൽ പ്രകൃതി നശിക്കില്ല, നമ്മുടെ സ്ഥലങ്ങളും വൃത്തിയായിട്ടിരിക്കും. ഒരു സിവിക് സെൻസ് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പെരുമാറുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. ഞാനും ഇവിടെ വന്നേ പിന്നെ അതൊക്കെ കണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നേ പിന്നെയാണ് ഞാൻ കണ്ട് പഠിച്ചതും. അപ്പോൾ നല്ലൊരു കാര്യമായതുകൊണ്ട് ഷെയർ ചെയ്യണം. താല്പര്യമുള്ളവർ എടുക്കുക, ഇല്ലെങ്കിൽ കളഞ്ഞേക്കാം. നമ്മളിപ്പോൾ എന്താ നടന്നെടുക്കാൻ പോകുന്നത് കിട്ടിയിലൊരു മൊട്ടക്കുന്നാണ് ഇത് കാണുന്നത്. ചുമ്മാ അതിലേക്ക് കയറി പോകാനൊക്കെ പറ്റും. അടിപൊളി സ്ഥലം, ഒന്നും പറയല്ല. അല്ല സജേട്ടാ? ഫണ്ടാസ്റ്റിക് അല്ലേ? സൈലൻ്റ് പീസ്, സൈലൻ്റ് വാലി മൂഡ്, അത്ര പറയാനുള്ളൂ. കുറേ കൺസ്ട്രക്ഷൻസൊക്കെ നടക്കുന്നുണ്ട്. പയ്യെ ഡെവലപ്ഡ് ആവുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ ഉള്ള ഡെവലപ്മെൻ്റ് ആണെങ്കിൽ നമ്മുടെ നാട്ടിലേക്കാളും കിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഈ ഊട്ടിയും കണക്ക് പോകുന്ന സ്ഥലമൊക്കെ നമുക്കറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഫാറ് ബെറ്റർ അത്ര പറയാനുള്ളൂ. ഈ മലയോര പ്രദേശത്ത് ഒരു പബ്ലിക് പാർക്കാണ് ഈ കാണുന്നത്. എന്താ നോക്കിയ സെറ്റപ്പ്, ഏതാ മൂഡ് നോക്കിയേ, ഏതാ വൈബ് നോക്കിയേ. ആർക്കും പോവാം, മനസ്സിലായി? സമാധാനമായിട്ട് ചെന്നിരിക്കുക. പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റപ്പുകൾ. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ മര്യാദക്കാരെല്ലാം കാണുകയാണെങ്കിൽ ഉണ്ടല്ല, ഞാൻ പറയുകയാണെങ്കിൽ ആ ഗണേഷ് കുമാർ സാറിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുള്ളീനെ കൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വേറെയുള്ള ഗാനങ്ങളൊക്കെ കണക്കാന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ ഇതേ ഒരു പട്ടി അവിടെ നോക്കിയിട്ടുണ്ട്, അത് പിടിച്ച് കടിക്കുമോയെന്ന് അറിയാൻ പാടില്ല. കിടില റെയിൽവേ സ്റ്റേഷൻ, അതിൻ്റെ ഇടയിൽ ഏത് മോഡ്, ഇത്രയും പ്രതീക്ഷിച്ചില്ല റെയിൽവേ സ്റ്റേഷൻ. ഇത്ര സെറ്റപ്പാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പം നമ്മൾ പോണത് വേറെ കൊണ്ടല്ല,
എൻ്റെ സ്വന്തം ക്വീനെ കാണാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ക്വീനെ നിങ്ങൾ ഈ വീഡിയോയിൽ പലപ്പോഴും കണ്ടേണ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അവളെ കാണാൻ വേണ്ടി പോകാനുള്ള യാത്രയിലാണ്. എനിക്കവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയില്ല, ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് നിൽക്കണതിൻ്റെ കാരണം അകത്തുള്ള കാര്യങ്ങളില്ലെങ്കിലും നമുക്ക് ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പം ഈ മലയാളം ട്രെയിനിൻ്റെ സെറ്റപ്പാണ് കാണുന്നത്, റെയിൽവേ സ്റ്റേഷൻ്റെ സെറ്റപ്പ് കണ്ടോ. എന്ത് മാന്യമായിട്ടുള്ള രീതിയിൽ അവരിത് ചെയ്തതാണ്. നോക്കി, മാന്യമായിട്ട് ചെയ്യൽ മാത്രമല്ല, സൈജയുടെ വേറെ പ്രത്യേകത ഉണ്ട് ഇതിൽ. നമ്മുടെ നാട്ടിൽ MLA വണ്ടിയിൽ നിന്ന് ഉപയോഗിച്ച് ചെയ്ത നമ്മുടെ പ്രിയ ആളിന് നന്ദി എന്ന് പറയുന്ന പരിപാടി, ബോർഡ് പരിപാടികളൊന്നും ഇവിടെ ഇല്ല. കാരണം കുടുംബത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതല്ല എന്ന് അവർക്ക് അറിയാം നല്ല രീതിയിൽ. പറയുന്നത് കോൺട്രവേഴ്സി ആണെന്നറിയാം, പക്ഷെ ഉള്ള കാര്യമാണ് ബ്രോ. ഇപ്പം അതിൻ്റെ പേരിൽ നമ്മൾ ആരെങ്കിലും തൂക്കിക്കൊല്ലാടെ കൊല്ലട്ടെ നോക്കി. എൻ്റെ പൊന്ന് വ്യൂ നോക്കി, സൂപ്പർ. ഒന്നും പറയാനില്ല. റെയിൽവേ സ്റ്റേഷനിലേ ഒരു പ്രത്യേക സാധനം നിങ്ങൾ കാണിക്കാണ്ട് കണ്ടോ. ഇപ്പം കാണിച്ചിട്ടാ വോളിബോൾ കളിക്കുന്ന സ്ഥലം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ആണ്ടി പറയണം മൊത്തം. വോളിബോൾ കളിക്കാനുള്ള സ്ഥലം, ഫുട്ബോൾ കളിക്കാം, ആ കോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ബാഡ്മിൻ്റൺ കളിക്കാം, അതുപോലെ തന്നെ നമുക്ക് ബാസ്കറ്റ് ബോൾ കളിക്കാം. മനസ്സിലായോ? ഒന്നും പറയാല്ല കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള പരിപാടികളിൽ കാണുന്നത് 1 ഇഞ്ച് സ്ഥലം പോലും അവർ വേസ്റ്റ് ആക്കിയിട്ടില്ല എന്ന് പറയാൻ വേണം. ഒന്നും പറയാല്ല. എൻ്റെ വീഡിയോ ഞാൻ ഒരിക്കലും എഡിറ്റ് ചെയ്യില്ല. അതായത് ചുമ്മാ ഞാൻ പോസ്റ്റ് ചെയ്യുള്ളൂ. ഞാൻ നേരെ രണ്ടാമത് സംസാരിച്ചത് റെഡിയാക്കാനോ ഒന്നിനും ഞാൻ നിൽക്കാറില്ല. താല്പര്യമുള്ളവർ കണ്ടാൽ മതി. അതിൻ്റെ ഇടയിൽ വീഡിയോന് മിസ്റ്റേക്കുകളുണ്ട്, നല്ല രീതിയിൽ എനിക്കറിയാം. വീഡിയോൻ്റെ ക്വാളിറ്റി കുറവാണ്, അതും എനിക്ക് നല്ല രീതിയിൽ അറിയാം. ഞാൻ വീഡിയോഗ്രാഫറൊന്നുമല്ല. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന് സഹകരിച്ച് സഹായിക്കുക എന്ന് പറയുന്നത് വേറെ ഒന്നുമുണ്ടല്ല. വേണമെങ്കിൽ സബ്സ്ക്രൈബ് അടിച്ച് ബെല്ലൈക്കണൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളീ കിടന്ന് കാണിക്കണ കുന്താളിപ്പൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ലത് കാണുകയാണെങ്കിൽ എടുത്തിടും. അതിൻ്റെ ഇടയിൽ മോശമുള്ളതും വരും. ചിലപ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല. താല്പര്യമുള്ളവർ ചെയ്താൽ മതി. നമ്മളിത് ചാനലാക്കി ഉയർത്തണമെന്നോ നമുക്ക് 1 മില്യൺ സബ്സ്ക്രൈബ് അടിച്ച് ഇവിടെ മറക്കണമെന്നൊന്നുമില്ല. പണിയെടുത്താലേ ജീവിക്കാൻ പറ്റുള്ളൂ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് വിട്ട് നമുക്കൊരു കളി ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനൊരു സംഭവം എത്തിക്കാമെന്ന് ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊക്കെയാണ്. പോളണ്ട് എന്ന് പറയുന്നത് യൂറോപ്പിലെ കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. പക്ഷേ എക്കണോമിക് വൈസ് നമ്മുടെ ഇന്ത്യ പോലെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന കൺട്രിയാണ്. കാരണം ഇവിടേക്ക് വന്ന ആൾക്കാരുടെ എണ്ണവും അതുപോലെ തന്നെയാണ്. പിന്നെ കമ്പാരിറ്റീവ്ലി യൂറോപ്പിൽ പോളണ്ടിൽ മലയാളികളോ ഇന്ത്യൻസോ വളരെ കുറവാണ്. ഞാൻ കണ്ടത് ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് നേപ്പാളികളെയാണ്. നേപ്പാളികൾ, ബംഗ്ലാദേശി, പിന്നെ ഈ ഇന്ത്യൻസിൽ തന്നെ നോർത്ത് ഇന്ത്യൻസാണ് അധികവും. ഈ പഞ്ചാബികൾ പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ, നമ്മളെ പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോഴാണ് മലയാളികളെ ഞാൻ ഒരുപാട് കണ്ടു തുടങ്ങിയത്. ഞാനിവിടെ ഏകദേശം ഒരു 4 വർഷമായി. അപ്പം ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോഴൊക്കെയാണ്. കാരണം നമുക്ക് പണിയോട് പണി, കട്ടപ്പണി, ഒന്നും പറയാനുണ്ടായില്ല. അടിപൊളി പണിയും ചത്ത് കിടന്നുള്ള പണിയും. ഫസ്റ്റ് തന്നെ ഇവിടുത്തെ വിസയും കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ വിസ എന്ന് പറയുന്നത് TRC കാർഡാണ്, ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് കാർഡ്. ഓക്കെ, TRC. ആ കാർഡ് കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. അതിൻ്റെ കാര്യങ്ങൾ കിട്ടിയപ്പോൾ തന്നെ ബാഗ് പാക്ക് ചെയ്ത് നാട്ടിലേക്ക് പോയി. അപ്പോൾ കാരണം വേറെ ഒന്നും ഉണ്ടല്ല, 3 വർഷം കുവൈറ്റിലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് 2 വർഷം വർക്ക് ചെയ്തേ പിന്നെയാണ് ഈ പറഞ്ഞ TRC കിട്ടുന്നത്. അത് കിട്ടാൻ വേണ്ടി നല്ല മല്ലുപിടുത്തായിരുന്നു. അങ്ങനെ 5 വർഷത്തിന് ശേഷമാണ് നാട്ടിൽ പോയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്ലോഗ് എന്നൊക്കെ പറഞ്ഞ് നടക്കാനുള്ള ടൈം ഉണ്ടായില്ല. ഇപ്പം എന്തായാലും വ്ളോഗ് മീൻസ് നമ്മളിത് എന്താ പറയുക, 1000 മില്യൺ സബ്സ്ക്രൈബിനെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിമൊന്നുമല്ല, വെറുതെ ഒരു രസം, സമയം പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണെങ്കിൽ വർക്കില്ല, തണുപ്പ് തുടങ്ങി, വർക്ക് കുറവാണ്, നിയമങ്ങളിലെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെറുതെ ഒരു വീഡിയോ എടുത്തിടുന്നത്. താല്പര്യമുള്ളവരൊക്കെ കാണാം, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, അത്രേ ഉള്ളൂ.